ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് 2 ദിവസം മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ആ വ്യക്തി ആരാണെന്നോ അതുപോലെ തന്നെ അവരുടെ ചാനൽ നെയിമോ മറ്റോ ഒന്നും പരാമർശിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ തമ്പനയിലായിട്ട് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കല്യാണ ഫോട്ടോ മാത്രമാണ് വെച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അന്നേരം ഉദ്ദേശിച്ചത് ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക, അപ്പോൾ അതിൽ എത്രമാത്രം ആളുകൾ റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ വലുതായിട്ട് ആരിലും എത്തിപ്പെട്ടില്ല. ഈ വീഡിയോ വീണ്ടും ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നും അവരുടെ ഒരു ലൈവ് കണ്ടു കേട്ടോ. കണ്ട സമയത്ത് ആ ലൈവിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം. ഒരുപാട്, എനിക്കൊന്ന് 600-ഓളം പേര് ആ ലൈവ് വാച്ചിങ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം വാച്ച് ചെയ്തു. അപ്പോൾ അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ പറയുന്നത് ഈ റിയാക്ഷൻ ചെയ്തവരെ കുറിച്ചാണ്. അവരുടെ മാരേജിനെ പറ്റി റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെന്താ ഞങ്ങളെ തിന്ന് ജീവിക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് വരുന്ന കമൻറ്റുകൾ, ചേച്ചി ഇതിലൊന്നും തളരാതെ മുന്നോട്ട് പോകും, രേണു സുധിക്ക് എന്തെല്ലാം കാര്യങ്ങൾ കേട്ടതാ, ഇപ്പോൾ കണ്ടോ അവർ ജീവിക്കുന്നില്ല നല്ല പോലെ എന്നുള്ളത്. രേണു സുധിയായിട്ട് വെച്ചിട്ടാണ് ഇവരെ കമ്പയർ ചെയ്യുന്നത്. ഇവർ അഭിനന്ദു വ്ളോഗ്സ് എന്ന് പറയുന്നൊരു ചാനലാണ്. റീനു എന്നാണ് ഇവരുടെ പേര്. അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് അനീഷ് എന്നായിരുന്നു. അവരുടെ മകളാണ് നന്ദു എന്ന് പറയുന്ന കുട്ടി. ഇപ്പോൾ കല്യാണം കഴിച്ച സിനു എന്നോ അങ്ങനെ എന്തോ അയാളുടെ പേര്. അപ്പം ഇവർ നല്ലൊരു സാമ്പത്തികമായിട്ട് വളരെ മുന്നേറിയൊരു ചാനലാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. എന്നാലും ഈ ഭേദപ്പെട്ട ലൈവിലൊക്കെ നല്ല ഒരുപാട് 600 സംതിങ്ങോളം ഒക്കെ ഒരു ടൈമിൽ വ്യൂസൊക്കെ ഉള്ള നല്ലൊരു ലൈവൊക്കെയാണ് കേട്ടോ ഇവരുടെ. ഇവർ അമ്മയും മോളുമായിട്ടാണ് ലൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അവരുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്. അപ്പോൾ ഇവരതിൽ പറയുന്നത് അവരുടെ അവസ്ഥ കൊണ്ടാണ് അവരെ മക്കളെ മുന്നോട്ട് പഠിപ്പിക്കാനും മുന്നോട്ട് ജീവിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർ ചെയ്തതെന്നാണ്. അപ്പം ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവരവരുടെ ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ സ്നേഹിച്ച ഇവർക്ക് ഈ അദ്ദേഹം മരണപ്പെട്ട 3 മാസത്തിനുള്ളിൽ ഇദ്ദേഹത്തെ എത്രമാത്രം പെട്ടെന്ന് മറക്കാൻ എങ്ങനെ സാധിച്ചു എന്ന്. അതുപോലെ ഞാൻ അവരുടെ വീഡിയോയുടെ ക്ലിപ്പിങ്സ് കട്ട് ചെയ്ത് വെക്കണം എന്ന് ഇപ്പോൾ വിചാരിച്ചാണ്, പക്ഷെ വേണ്ടാന്ന് വയ്ക്കുന്നു. കാര്യം എന്തിനാണ് നമ്മൾ അതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത്. ഇപ്പോൾ അതിനകത്ത് ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നുണ്ട്, അനീഷേട്ടൻ ഈ ഒരു കമൻറ്റ് വന്ന കേട്ടോ, അനീഷേട്ടൻ്റെ ചിരി സൂപ്പറാണല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട് അനീഷേട്ടൻ ഇപ്പോൾ ഇല്ല, അനീഷേട്ടൻ ഇനി ഇല്ല, അനീഷേട്ടൻ പോയി എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ ഇന്ന് പോയി നാളെ തിരിച്ചു വരുന്ന ഒരു സ്ഥലത്തേക്കാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ആ ഒരു സെൻറ്റൻസിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ നമ്മളിലെ പാതി, നമ്മുടെ ഒരു വിവാഹം കഴിച്ചൊരു പുരുഷൻ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരില്ലാന്ന് മനസ്സിലായി. പക്ഷെ എത്രയോ പേര് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ നെയ്ബർ ഒരു ചേച്ചി, ഒരു കുട്ടി, ചേച്ചി എന്നല്ല ആ ഒരു ചേട്ടനാണ്, അതുകൊണ്ട് ഞാൻ ചേച്ചി എന്ന് വിളിച്ചത്. നമുക്ക് ചേട്ടനാണ്, എന്നെക്കാട്ടി മൂത്തൊരു ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ മരണത്തിന് ശേഷം 9 മാസം ആണെന്ന് തോന്നുന്നു പ്രഗ്നൻ്റ് ആയിരുന്നു ആ പെൺകുട്ടി. ഇന്നും വിവാഹം കഴിച്ചിട്ടില്ല. എത്രയോ വർഷമായി മരണം കഴിഞ്ഞിട്ട്. ആ കുഞ്ഞിനെ വളർത്തി ആ ചേട്ടൻ്റെ ഓർമ്മകളുമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ പറയില്ല. ആ കുഞ്ഞിനെ വളർത്താനായിട്ട് അവർക്കൊരു ജീവിതം വേണം, ചെറുപ്രായമാണ്, അവർക്കൊരു കല്യാണത്തിന് ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെയും ഇവർ വിവാഹം കഴിച്ചതിനല്ല ഞാൻ എതിർക്കുന്നത്, അതിനുവേണ്ടി ഇവർ തിരഞ്ഞെടുത്ത കാലയളവാണ് 3 മാസം. 1 വർഷം കഴിഞ്ഞ്, 1 ആണ്ട് കഴിഞ്ഞതിന് ശേഷം, അതായത് 1 ആണ്ട് നടത്തിയതിന് ശേഷം അവർക്ക് ആ വിവാഹം ചെയ്യാമായിരുന്നു അല്ലേ? അത്രമാത്രം ഇവർക്ക് ഈ 3 മാസത്തെ തന്നെ വിവാഹം നടത്തണം എന്ന് എന്തായിരുന്നു ഇത്ര നിർബന്ധം? അവർ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒറ്റപ്പെട്ട ജീവിതം അല്ല. ഇവർക്കൊരു മകളും ഒരു മകനും ഉണ്ട്. പിന്നെ അവരവിടെ ഒറ്റപ്പെടുന്നില്ല. പിന്നെ അവരെ വളർത്താൻ വേണ്ടിയിട്ട് ചേച്ചി, ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം ജോലികളുണ്ട് നമുക്ക് മാന്യമായി ചെയ്യാവുന്ന. അതിലേതെങ്കിലും ഒരു ജോലി എടുത്ത് നിങ്ങളുടെ മകളെ മോനെ, ഇത്രയും വലിയ കുട്ടികളാണ്, കൊച്ചു കുട്ടികളല്ല, പിഞ്ചു കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ 5ഉം 6ഉം വയസ്സുള്ള കുട്ടികളോ അല്ല. എനിക്ക് തോന്നുന്നു 20 വയസ്സ്, 18ഉം 20ഉം വയസ്സുള്ള മക്കളാണെന്നാണ് എൻ്റെ അറിവ്. ആ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് എങ്ങനെ ഈ കുഞ്ഞുമക്കളെ ഈ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടാണ് നിങ്ങൾ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് ശരിയാണുള്ളത്? അതുപോലെ തന്നെ ആ പെൺകുട്ടി 10-18 എന്തായാലും കോളേജിൽ ജോയിൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് എങ്ങനെ പറ്റുന്നു 3 മാസം കൊണ്ട് സ്വന്തം അച്ഛനെ മറന്ന് ഇപ്പോൾ കണ്ട ഒരാളെ അച്ഛനായി കാണാനായിട്ട് എങ്ങനെ തോന്നുന്നു?
ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു 5-6 വയസ്സുള്ള കുഞ്ഞു മക്കളാണെങ്കിൽ ഓക്കെ, അവർക്ക് പല കാര്യങ്ങളും ആവശ്യങ്ങളുണ്ട്. അവർ നമുക്ക് പറഞ്ഞ് ഇപ്പോൾ ഒരു എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് കാണുമ്പോഴോ അല്ലെങ്കിൽ കഴിക്കുന്ന സാധനങ്ങൾ കാണുമ്പോഴും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്ന കുഞ്ഞു മക്കളായിരിക്കും. അപ്പോൾ നമുക്ക് പൈസയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ വാങ്ങാനായിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല. ഇത്രയും പ്രായമുള്ള കുട്ടികളാണ്. ഇവരെ മുന്നിൽ വെച്ചിട്ടാണ് ഇവർ ഈ വിവാഹം കഴിച്ചത്. ഞാൻ വീണ്ടും പറയുന്നു, ഇവർ ഈ പ്രായത്തിൽ വിവാഹം കഴിച്ചതിന് ഞാൻ അവരെ എതിർക്കുന്നില്ല. പക്ഷെ ഇവർ വിവാഹം കഴിക്കാനെടുത്ത കാലയളവ് വെറും ഒരു 3 മാസം. ഇപ്പോൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോസിലൊക്കെ വരുന്നുണ്ട്, അത് അനീഷേട്ടൻ്റെ ആക്സിഡൻ്റ് ആണ് സംഭവിച്ചത്, ഈ ആക്സിഡൻ്റ് എങ്ങനെ നടന്നു എന്നറിയണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തിലോട്ടൊന്നും നമ്മൾ കൂടുതൽ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇല്ലാ കഥകൾ മെനയുന്നത് ശരിയല്ല. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഇല്ലാ കഥകളല്ല. അവരുടെ മാരേജ് വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ബേസിലാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആഴ്ചയിൽ കാണാൻ വരുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് യാതൊരുവിധ, ഇപ്പോൾ ഒരു 3 മാസം, ഇപ്പം ഒരു അച്ഛൻ നഷ്ടപ്പെട്ട ഒരു മകളായാൽ പോലും, എൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ വൈഫ് ആശ എന്ന് പറയും, പേര് ആശയെന്നാണ്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഇപ്പോൾ 2 വർഷം തികഞ്ഞു. സെപ്റ്റംബർ മാസമായപ്പോൾ സെപ്റ്റംബർ 20-ാം തീയതി ആയപ്പോൾ 2 വർഷമായി. പക്ഷെ ആ കുട്ടിയുണ്ടല്ലോ, 1 വർഷം അച്ഛനാണ് മരിച്ചത്. ആ 1 വർഷത്തേക്കിന് ഒരു ഇലയിൽ ആഹാരം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എന്താ, ഒരു ക്ഷേത്രത്തിൽ പോയി കയറിയത് ഞാൻ കണ്ടിട്ടില്ല. അച്ഛനാണ് മരിച്ചത്. 1 വർഷം കൃത്യം 1 ആണ്ട് കഴിഞ്ഞ് ആ കുട്ടിയുടെ അച്ഛൻ്റെ മരണം അക്സെപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അത്രമാത്രം ഇൻറ്റിമസിയാണ്. അതായത് നല്ല, ഇപ്പം ആ അച്ഛന് ആശ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ ഭാര്യയാണ്. അപ്പം വിവാഹം കഴിഞ്ഞു, അവർക്കൊരു മകനുണ്ട്. അത്രയും വലിയ കുട്ടിയാണ്, അത്രയും ഏജുള്ള ഒരു മനുഷ്യനാണ് മരിച്ചത്. പക്ഷേ ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ അവൾക്ക് അവളുടെ മനസ്സിൽ താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. ഒരുപാട് നാളെടുത്തു ആ ഒരു വേദനയിൽ നിന്ന് ആ കുട്ടി മുക്തി നേടിയെടുക്കാൻ. അപ്പോൾ ഇവിടെ സ്വന്തം അച്ഛൻ, അമ്മയും സഹോദരനും മാത്രമുള്ള ഫാമിലി, അവിടെ 3 മാസം കൊണ്ട് തന്നെ അച്ഛനെ മറന്ന് മറ്റൊരാളെ അച്ഛനായിട്ട് സങ്കല്പിക്കാൻ ഈ കുട്ടിക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളത് ഒരു ചോദ്യമാണ് കേട്ടോ. അതുപോലെയാണ് ഈ അമ്മ എന്ന് പറയുന്ന അവരുടെ കാര്യം, റീനു എന്ന് പറയുന്ന അവരുടെ കാര്യം പറയുന്നത്. ഇവർക്ക് എങ്ങനെ സാധിച്ചു? ഇവരുടെ ഒരു 3 മാസം എൻ്റെ മുമ്പിൽ ആ കാലയളവ് മാത്രമേ ഉള്ളൂ. അവരൊരു പോസ്റ്റ് ഇട്ടേക്ക് ഞാൻ കണ്ടു. വേറൊരു ചാനലിൽ ഒറ്റപ്പെടുന്നവർക്ക് അതിൻ്റെ മനസ്സിലാവത്തുള്ളൂ. ആ വീഡിയോ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും പോയി കാണണേന്ന് പറഞ്ഞ് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒറ്റപ്പെടുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ അനീഷേട്ടൻ്റെ മരണം ആക്സിഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ നമ്മൾ തെറ്റും പറയുന്നില്ല. ഒരാളെ വിളിക്കുമ്പോൾ നമുക്ക് പോയേ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ നമ്മുടെ സമയം, ഭൂമിയിൽ നമ്മുടെ സമയം കഴിയുമ്പോൾ നമ്മൾ ആരായാലും അവിടേക്ക് തിരിച്ചു പോകണം. പക്ഷേ അതൊരു കാരണമാക്കി എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ വിവാഹം കഴിച്ചത് ഒട്ടും ശരിയായില്ല എന്ന്. നിങ്ങളിനി അത് എന്ത് രീതിയിൽ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്താലും ശരി, ഈ 3 മാസ കാലയളവ് ഇതിൻ്റെ അടുത്ത കുറഞ്ഞ ആ ചെറിയ കാലയളവ് നിങ്ങൾ അതിനെടുത്തത് വളരെ മോശമായിപ്പോയി സത്യം പറഞ്ഞാൽ. 40 ദിവസത്തോളമാണ് നമ്മളെ മുസ്ലിംസിൻ്റെ ഇടയിൽ ഒരു മരണം വന്നു കഴിഞ്ഞാൽ 40 കത്തം, അങ്ങനെ ഓരോ പരിപാടികളുണ്ട്. പിന്നെ 3 മാസം എന്ന് പറഞ്ഞാൽ 90 ദിവസം. ആ ഒരു കാലയളവ് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്ന് പിരിഞ്ഞ് ഒരു വിധവയായി നിങ്ങൾ ജീവിച്ചത്. 1 വർഷ കാലയളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ഇത്രയും വർഷം നിങ്ങളെ കഷ്ടപ്പെട്ട് നോക്കിയ മനുഷ്യനെ 1 വർഷമെങ്കിലും നിങ്ങൾക്ക് ഒരു നന്ദിയോടെ സ്മരിക്കാമായിരുന്നു. ഇത്രയും നാൾ നിങ്ങളെ, നിങ്ങളുടെ മക്കളെയും പൊന്നുപോലെ നോക്കിയതാണ് ആ മനുഷ്യൻ. അപ്പം അത് അസുഖം വന്ന് കിടന്ന് കഷ്ടപ്പെടുത്തി മരിച്ചൊരു വ്യക്തിയല്ല, പെട്ടെന്ന് ആകസ്മികമായി ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ട വ്യക്തിയാണ്. ആ ഒരു വേർപാട് നിങ്ങൾ എങ്ങനെ താങ്ങി എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു മരണം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു മരണത്തെയാണ് നിങ്ങൾ പൂ പോലെ മറന്നിട്ട് മറ്റൊരു ജീവിതം തേടിയത്. ഈ പറയുന്നുണ്ട്, ഞാൻ വീണ്ടും വീഡിയോയിൽ പറയുകയാണ്, നിങ്ങൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചതിനെയല്ല ഞാൻ കുറ്റം പറയുന്നത്, നിങ്ങൾ അതിനെടുത്ത കാലയളവിന് മാത്രമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ 3 മാസ കാലയളവിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നിങ്ങൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് ആ മനുഷ്യനെ മറന്നു എന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ആ മകളോടും ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് മോളെ നിനക്ക് ഇത്ര പെട്ടെന്ന് നിൻ്റെ അച്ഛനെ മറക്കാൻ സാധിച്ചത്? അമ്മയോട് പറയാമായിരുന്നു 1 വർഷം കഴിഞ്ഞ് നമുക്ക്
അമ്മ ഒറ്റപ്പെടുന്നത് ശരിയല്ല. ഓക്കെ, അമ്മ കൂട്ടായിട്ട് അച്ഛനും അമ്മയും രണ്ടുപേരുടെ സ്നേഹം വേണം. ഓക്കെ, അത് ശരിയാണ്. അപ്പോൾ അതിനൊരു വർഷം ഗ്യാപ്പ് എടുക്കാം എന്ന് അമ്മയോട് പറയാമായിരുന്നു അല്ലേ? കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്, കൊച്ചു കുട്ടികളല്ല. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്കൊരു മറുപടി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണോ? ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.